നമസ്കാരം. ജമ്മു കാശ്മീരിൽ അധികാരത്തിലേറി മാസങ്ങൾ തികയും മുൻപേ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് ഭരണകൂടം കടുത്ത രാജ്യവിരുദ്ധതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളുടെ നിഴലിൽ അകപ്പെട്ടിരിക്കുകയാണ്. താഴ്വരയിൽ വിഘടനവാദത്തിനും ഭീകരവാദത്തിനുമെതിരെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വന്ന ശക്തമായ സുരക്ഷാ നയങ്ങളെയും സമാധാന ശ്രമങ്ങളെയും അട്ടിമറിക്കുന്ന രീതിയിലാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നീക്കങ്ങൾ പുറത്തുവരുന്നത്. വിഘടനവാദികളെയും ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആയുധമെടുത്ത ഭീകരവാദികളെയും കശ്മീരിലെ മഹാപ്രതിഭകളെന്നും ഇതിഹാസങ്ങളെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് സർക്കാർ വിദ്യാലയങ്ങളിലെ ലൈബ്രറികളിൽ പുസ്തകം വിതരണം ചെയ്ത സംഭവം ഒമർ അബ്ദുള്ള സർക്കാരിൻ്റെ കടുത്ത വീഴ്ചയായിട്ടും വിഘടനവാദികളോടുള്ള മൃദു സമീപനമായിട്ടും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. കശ്മീരിലെ യുവതലമുറയെ വീണ്ടും ഭീകരതയുടെയും വിഘടനവാദത്തിൻ്റെയും പാതയിലേക്ക് തള്ളിവിടാൻ ഭരണകൂടത്തിൻ്റെ തണലിൽ ആസൂത്രിത ശ്രമം നടക്കുന്നു എന്ന സംശയങ്ങൾക്ക് ഈ സംഭവം അടിവരയിടുന്നതാണ്. ജമ്മു കാശ്മീർ പീപ്പിൾസ് ഫോറം എന്ന സംഘടനയാണ് സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ മറവിൽ ഒമർ അബ്ദുള്ള സർക്കാരിൻ്റെ കീഴിൽ സ്കൂളുകളിൽ വിതരണം ചെയ്ത പുസ്തകത്തിലെ രാജ്യവിരുദ്ധ ഉള്ളടക്കം പുറത്തു കൊണ്ടുവന്നത്. ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ സീരീസ് 4 എന്ന പേരിലുള്ള പുസ്തകമാണ് ഇപ്പോൾ വിവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഒബ്രായ് ബുക്ക് സർവീസ് പ്രസിദ്ധീകരിക്കുകയും ഹിലാൽ അഹമ്മദ്, സന്തോഷ് മീന എന്നിവർ ചേർന്ന് എഡിറ്റ് ചെയ്യുകയും ചെയ്ത ഈ പുസ്തകം 2025-26 അധ്യയന വർഷത്തിലാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ലൈബ്രറികളിലേക്ക് ഔദ്യോഗികമായി വാങ്ങി വിതരണം ചെയ്തത്. കശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളെയും സുരക്ഷാ ജീവനക്കാരെയും കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയ സയ്യിദ് അലി ഷാ ഗിലാനി, ഷബീർ അഹമ്മദ് ഷാ, മസ്രത്ത് ആലം ഫട്ട്, മിർവായ്സ് ഉമർ ഫാറൂഖ്, മൗലവി മുഹമ്മദ് ഫാറൂഖ് തുടങ്ങിയ വിഘടനവാദി നേതാക്കൾക്ക് പുറമെ കുപ്രസിദ്ധ ഭീകരൻ മക്ബൂൽ ഭട്ടിനെയും ഈ പുസ്തകത്തിൽ മഹത് വ്യക്തികളായി അവതരിപ്പിച്ചിരിക്കുന്നു. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം താഴ്വരയിൽ ഉണ്ടായ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ വിഘടനവാദികൾക്ക് സർക്കാർ സംവിധാനങ്ങൾ തന്നെ പച്ചക്കൊടി കാണിക്കുകയാണെന്ന വിമർശനം ഇതോടെ ശക്തമായിരിക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന സർക്കാർ തന്നെ രാജ്യദ്രോഹികൾക്ക് സ്തുതി പാടുന്ന പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ എത്തിക്കുന്നത് വിനാശകരമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ജമ്മു കാശ്മീർ പീപ്പിൾസ് ഫോറം പ്രതിനിധി അഡ്വക്കേറ്റ് രഘു മേത്ത വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ ഒമർ അബ്ദുള്ള സർക്കാരിനെ പൂർണ്ണമായും പ്രതികൂട്ടിലാക്കുന്നതാണ്. കശ്മീർ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് അടിത്തറയിട്ട മക്ബൂൽ ഭട്ടിനെ ഷഹീദ് മക്ബൂൽ ഭട്ട് എന്നും ഷഹീദ് ഇ അസം എന്നും വിശേഷിപ്പിച്ചതിന് പുറമെ രാഷ്ട്രപിതാവ് എന്ന പദവി കൂടിയാണ് പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത്. അതിലുമുപരിയായി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന രാജ്യത്തിൻ്റെ പരമാധികാര നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്നാണ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലും. കശ്മീരിൻ്റെ നിയന്ത്രണം കൈയാളുന്ന ഒമർ അബ്ദുള്ള സർക്കാർ ഇന്ത്യയുടെ ഭൂപടത്തെയും നിലപാടുകളെയും പരസ്യമായി അപമാനിക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് കൂട്ടുനിൽക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഭീകരവാദികളെ മാത്രം മഹത്വവൽക്കരിക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല ഈ പുസ്തകത്തിലെ അജണ്ടകൾ. കശ്മീരിലെ സുരക്ഷാ സേനയെയും ഇന്ത്യൻ സൈന്യത്തെയും അധിനിവേശ ശക്തികളെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കുട്ടികളിൽ സൈന്യത്തിനെതിരെ കടുത്ത വിദ്വേഷം വളർത്താനാണ് പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. താഴ്വരയിൽ വൻതോതിൽ കല്ലെട് സമരങ്ങൾ സംഘടിപ്പിക്കുകയും യുവാക്കളെ അക്രമത്തിലേക്ക് നയിക്കുകയും ചെയ്ത മസ്രത്ത് ആലമിനെ കുട്ടിക്കാലം മുതൽക്കേ പോരാട്ടവീര്യം കാണിച്ച മാതൃകാ പുരുഷനായിട്ടാണ് പുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയെ തകർക്കാൻ നോക്കിയവരെ പുതിയ തലമുറയുടെ റോൾ മോഡലുകളാക്കി അവതരിപ്പിക്കുന്നത് കശ്മീരിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടന്നുവെന്നത് അതീവ ഗൗരവമേറിയ സുരക്ഷാ വീഴ്ചയാണ്. തങ്ങളുടെ മൂക്കിന് താഴെ ഇത്രയും വലിയ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടും അത് മുൻകൂട്ടി തടയാൻ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നത് അവരുടെ ഭരണപരാജയത്തെയാണ് കാണിക്കുന്നത്. സമഗ്ര ശിക്ഷാ പദ്ധതിക്ക് കീഴിലുള്ള വിദഗ്ധ സമിതി ഈ പുസ്തകത്തിന് എങ്ങനെ അനുമതി നൽകിയെന്നതിനെക്കുറിച്ച് ഒമർ അബ്ദുള്ള സർക്കാർ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. കശ്മീരിലെ വിഘടനവാദ ശക്തികളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയ നയമാണ് ഒമർ അബ്ദുള്ള എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പുതിയ പാഠപുസ്തക വിവാദം കൂടുതൽ ശക്തി പകരുകയാണ്. ഈ രാജ്യവിരുദ്ധ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെയും സമിതി അംഗങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എങ്കിൽ അത് കശ്മീരിനെ വീണ്ടും പഴയ അശാന്തിയുടെ നാളുകളിലേക്ക് നയിക്കും. സ്കൂൾ ലൈബ്രറികളിൽ നിന്ന് ഈ പുസ്തകത്തിൻ്റെ എല്ലാ കോപ്പികളും അടിയന്തരമായി പിടിച്ചെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാൻ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ നേരിട്ട് ഇടപെടണമെന്നുമാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആവശ്യം. രാജ്യത്തിൻ്റെ സുരക്ഷയെയും പരമാധികാരത്തെയും ബാധിക്കുന്ന ഇത്രയും വലിയൊരു വിവാദം കൺമുന്നിൽ ഉണ്ടായിട്ടും ഒമർ അബ്ദുള്ള ഭരണകൂടം ഔദ്യോഗികമായി പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നത് അവരുടെ നിഗൂഢമായ നിലപാടുകളെയാണ് വെളിപ്പെടുത്തുന്നത്.
അധികാരം ലഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിഗുരുതരമായ രാജ്യവിരുദ്ധ വിഘടനവാദ പ്രീണന വിവാദങ്ങളിലാണ് ഈ ഭരണകൂടം ചെന്ന് ചാടിയിരിക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ ലൈബ്രറികളിലേക്ക് വിഘടനവാദികളെയും ഭീകരവാദികളെയും മഹത്വവൽക്കരിക്കുന്ന പുസ്തകങ്ങൾ ഔദ്യോഗികമായി വാങ്ങി വിതരണം ചെയ്ത സംഭവം കേവലം ഒരു ഭരണപരമായ പിഴവായി കാണാൻ സാധിക്കില്ല. വർഷങ്ങളായുള്ള കേന്ദ്ര ഭരണത്തിലൂടെയും സുരക്ഷാ സേനകളുടെ സമാനതകളില്ലാത്ത ത്യാഗത്തിലൂടെയും കശ്മീരിൽ കൊണ്ടുവന്ന സമാധാന അന്തരീക്ഷത്തെ തകിടം മറിക്കുന്നതാണ് ഒമർ അബ്ദുള്ള സർക്കാരിന്റെ ഈ നീക്കം. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്ന ഒരു പ്രദേശത്തെ വീണ്ടും വിഘടനവാദത്തിന്റെ കനലുകളിലേക്ക് തള്ളിവിടാൻ ഭരണകൂടം തന്നെ മുൻകൈ എടുക്കുന്നു എന്ന യാഥാർത്ഥ്യം അതീവ ആശങ്കയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ദേശീയ സുരക്ഷയും മുൻനിർത്തി ജമ്മു കശ്മീരിൽ വീണ്ടും കേന്ദ്രഭരണം ഏർപ്പെടുത്താനുള്ള സാധ്യതകളിലേക്ക് ഈ വിവാദം വഴിമാറുമോ എന്ന ചർച്ചകൾക്ക് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇപ്പോൾ ശക്തമായ തുടക്കമായിട്ടുണ്ട്. ഒരു വികേന്ദ്രീകൃത ഭരണ സംവിധാനത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും ചിന്താഗതിയും രൂപപ്പെടുത്തേണ്ടത് ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കണം. എന്നാൽ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ലെജൻഡ്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന പുസ്തകം സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ മറവിൽ സ്കൂളുകളിൽ വിതരണം ചെയ്തതിലൂടെ ഒമർ അബ്ദുള്ള സർക്കാർ കടുത്ത ഭരണഘടനാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. കശ്മീരിലെ വിഘടനവാദത്തിന് അടിത്തറയിട്ട സയ്യിദ് അലി ഷാ ഗിലാനിയെയും സൈന്യത്തിന് നേരെ കല്ലേറ് നടത്താൻ യുവാക്കളെ പ്രേരിപ്പിച്ച മസ്രത്ത് ആലമിനെയും പോലുള്ളവരെ മഹാപ്രതിഭകളെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒമർ അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അതിലുമുപരിയായി പുസ്തകത്തിൽ കശ്മീരിനെ ഇന്ത്യൻ അധിനിവേശ കശ്മീർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് നേരെ ഭരണകൂടത്തിന്റെ തണലിൽ നടന്ന കടന്നാക്രമണമാണ്. ഇത്തരം വിഘടനവാദ ആശയങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികളിലേക്ക് കുത്തിവെക്കാൻ അനുവദിക്കുന്നത് കശ്മീരിലെ ക്രമസമാധാനം പൂർണ്ണമായും തകരാൻ കാരണമാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാരും സുരക്ഷാ ഏജൻസികളും. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം രൂപീകരിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശത്തിന്റെ സുരക്ഷാ ചുമതലകളിൽ വലിയൊരു പങ്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാരിനും ലഫ്റ്റനന്റ് ഗവർണർക്കുമാണുള്ളത്. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രി ചുമതലയേറ്റതിനു ശേഷവും പൂർണ്ണ സംസ്ഥാന പദവിക്കായി കേന്ദ്രത്തിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഇത്തരമൊരു സുരക്ഷാ വീഴ്ചയും രാജ്യദ്രോഹപരമായ നടപടിയും പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉണ്ടായിരിക്കെ തന്നെ വിഘടനവാദികൾക്ക് ഔദ്യോഗികമായി സ്തുതിപാടാൻ അവസരമൊരുക്കുന്നുവെങ്കിൽ അത് ജമ്മു കശ്മീർ പുനഃസംഘടനാ നിയമത്തിന്റെ ലംഘനമായി കേന്ദ്രത്തിന് വ്യാഖ്യാനിക്കാൻ സാധിക്കും. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംസ്ഥാന ഭരണകൂടം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ വിഘടനവാദ ഗ്രൂപ്പുകളോട് മൃദു സമീപനം സ്വീകരിക്കുകയോ ചെയ്താൽ ഭരണഘടനാപരമായ സമിതികളെയും അസംബ്ലിയെയും മറികടന്ന് നേരിട്ട് കേന്ദ്രഭരണം വീണ്ടും ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിയമപരമായ അധികാരങ്ങളുണ്ട്. ഒമർ അബ്ദുള്ള സർക്കാരിന്റെ ഈ നിസ്സംഗതയും രാജ്യവിരുദ്ധ ഉള്ളടക്കങ്ങളോടുള്ള മൗനവും കശ്മീരിൽ വീണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിലേക്ക് കേന്ദ്രത്തെ നയിക്കാനുള്ള ശക്തമായ കാരണമായി മാറിയേക്കാം. കശ്മീരിലെ യുവാക്കളെ കല്ലേറിലേക്കും ആയുധമെടുക്കുന്നതിലേക്കും നയിച്ച പഴയ ആ കറുത്ത നാളുകളിലേക്ക് താഴ്വരയെ തിരികെ കൊണ്ടുപോകാനാണ് നാഷണൽ കോൺഫറൻസ് സർക്കാർ ശ്രമിക്കുന്നതെന്ന ആരോപണം ഈ വിവാദത്തോടെ കൂടുതൽ ദൃഢപ്പെടുകയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളെയും സുരക്ഷാ സേനകളെയും അധിനിവേശ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പുസ്തകം വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദഗ്ധ സമിതി അംഗീകരിച്ച് സ്കൂളുകളിൽ എത്തിച്ചതിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒമർ അബ്ദുള്ളയ്ക്ക് തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം പ്രഖ്യാപിക്കാനോ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനോ തയ്യാറാകാത്ത സർക്കാർ നിലപാട് കേന്ദ്രവും ജമ്മു കശ്മീർ ഭരണകൂടവും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ ഭരണഘടനാ പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിഘടനവാദത്തെയും ഭീകരവാദത്തെയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകൾ വച്ചുപൊറിപ്പിക്കുന്ന ഒരു പ്രാദേശിക ഭരണകൂടത്തെ കൂടുതൽ കാലം തുടരാൻ അനുവദിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതിനാൽ തന്നെ ഈ പാഠപുസ്തക വിവാദം കേവലം ഒരു രാഷ്ട്രീയ തർക്കത്തിൽ ഒതുങ്ങാതെ ഒമർ അബ്ദുള്ള സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ കശ്മീരിൽ വീണ്ടും സമ്പൂർണ്ണ കേന്ദ്രഭരണം കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.